ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 6-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. സോഹം ച ത്രിഗുണക്രമാത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിതി ഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ മായ മഹത്തത്വത്തിൽ നിന്ന് സത്വഗുണം കൂടുതലുള്ള അഹംബോധത്തെയും തമോ ഗുണം കൂടുതലായി ഉള്ള അഹങ്കാര തത്വത്തെയും സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ ശ്ലോകത്തിൽ അഹങ്കാര തത്വത്തിൽ നിന്ന് വീണ്ടും 3 തരത്തിലുള്ള അഹങ്കാരം ഉണ്ടാകുന്നതിനെക്കുറിച്ചും പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികളെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥമൊന്ന് നോക്കാം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിധി ഭവന്നാദ്യേന സത്വാത്മന. സോഹം, സഹ അഹം എന്നാണ്. സഹ ആ, അഹം എന്നാൽ അഹങ്കാരതത്വം. അപ്പോൾ സോഹം ആ അഹങ്കാരതത്വം, സോഹം ച ആ അഹങ്കാരതത്വം ആകട്ടെ ത്രിഗുണക്രമാത് ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളുടെ അളവിലുള്ള ക്രമമനുസരിച്ച് ഏതു ഗുണമാണോ കൂടുതൽ നിൽക്കുന്നത് എന്ന ആ ക്രമത്തിൽ ത്രിഗുണക്രമാത് ഏത് ഗുണമാണോ ത്രിഗുണങ്ങളിൽ ഏതു ഗുണമാണോ മുന്നിൽ നിൽക്കുന്നത് ആ ഒരു ക്രമത്തിൽ ത്രിവിധത 3 വിധത്തിലുള്ള അവസ്ഥയെ ആസാദ്യ, ത്രിവിധതാം എന്നാൽ 3 വിധത്തിലുള്ള അവസ്ഥയെ ആസാദ്യ പ്രാപിച്ചിട്ട് വൈകാരികോ വൈകാരിക സത്വഗുണം കൂടുതലുള്ള വൈകാരിക അഹങ്കാരം ഭൂയഃ പിന്നീട് തൈജസ്സ താമസാവിധി തൈജസ രജോഗുണം കൂടുതലുള്ള തൈജസ അഹങ്കാരം താമസ തമോ ഗുണം കൂടുതലുള്ള താമസ അഹങ്കാരം ഇതി എന്നിങ്ങനെ ഭവന്നാദ്യേന ഭവന്ന് ആയിത്തീർന്നിട്ട് ആദ്യേന ആദ്യത്തേതായ സത്വാത്മന സത്വഗുണം കൂടുതലുള്ള ആ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന്. അപ്പോൾ ആദ്യത്തെ 2 വരികളിൽ പറയുന്നത് ആ അഹങ്കാര തത്വം ആകട്ടെ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുള്ള ക്രമമനുസരിച്ച് വീണ്ടും 3 വിധത്തിലുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. സത്വഗുണം കൂടുതലായി ഉള്ള വൈകാരിക അഹങ്കാരം, രജോഗുണം കൂടുതലായി ഉള്ള തൈജസ അഹങ്കാരം, തമോ ഗുണം പ്രധാനമായിട്ടുള്ള താമസ അഹങ്കാരം എന്നിവയാണ് ആ 3 അവസ്ഥകൾ. അതിൽ നിന്ന് ആദ്യത്തേതായ വൈകാരിക അഹങ്കാരത്തെക്കുറിച്ചാണ് അടുത്ത 2 വരികളിൽ പറയുന്നത്. ആ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന സൃഷ്ടികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അടുത്ത 2 വരികൾ നോക്കാം. ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ദേവാൻ ദേവതമാരെ, ഇന്ദ്രിയമാനിനോ ഇന്ദ്രിയമാനിനഹ ഇന്ദ്രിയങ്ങളുടെ അധിപന്മാരായ അധിഷ്ഠാന ദേവതമാരെ, അതായത് ദേവാൻ ഇന്ദ്രിയമാനിനഹ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെ കൃത സൃഷ്ടിച്ചു. ഇനി ആരെയൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുകയാണ്. ദിശാവാതാർക്കപാശ്യശ്വിനോ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും 4 അന്ധകരണത്തിൻ്റെയും ചേർത്ത് 14 അധിഷ്ഠാന ദേവതമാരെയാണ് ഈ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. അതിൽ ഇപ്പോൾ ആദ്യത്തെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെക്കുറിച്ചാണ് പറയുന്നത്. ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ഇവിടെ ദിശ ദിക്ക് എന്ന് പറയും. അത്
ചെവിയുടെ കേൾവിയുടെ അധിഷ്ഠാന ദേവതയാണ്. വാത വായു. വായു എന്നാൽ സ്പർശത്തിൻ്റെ ത്വക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അർക്ക സൂര്യൻ. സൂര്യൻ കണ്ണിൻ്റെ കാഴ്ചയുടെ അധിഷ്ഠാന ദേവതയാണ്. പാശി അശ്വിനോ പാശി വരുണൻ നാക്കിൻ്റെ രുചിയുടെ അധിഷ്ഠാന ദേവതയാണ്. അശ്വിനോ അശ്വിനഹ അശ്വിനി ദേവന്മാർ മൂക്കിൻ്റെ ഘ്രാണത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പോൾ ചെവിയുടേത് ദിശ, ത്വക്കിൻ്റേത് വാത, കണ്ണിൻ്റേത് അർക്ക, നാക്കിൻ്റേത് പാശി, മൂക്കിൻ്റേത് അശ്വിനി ദേവന്മാർ. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ 5 അധിഷ്ഠാന ദേവതമാരെയും പിന്നീട് കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെയാണ് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ എന്നാൽ വാക്കുകൾ, കൈകൾ, കാലുകൾ, വിസർജനേന്ദ്രിയം, പ്രത്യുൽപാദന അവയവം. അപ്പോൾ വന്നിന്ദ്ര അച്യുത മിത്രകാൻ. വന്നി എന്നാൽ അഗ്നി. അഗ്നി വാക്കുകളുടെ അധിഷ്ഠാന ദേവതയാണ്. ഇന്ദ്രൻ കൈകളുടെ അധിഷ്ഠാന ദേവതയാണ്. അച്യുത എന്നിവിടെ പറയുന്നത് ഉപേന്ദ്രൻ വാമനൻ എന്നൊക്കെ പറയുന്ന സൃഷ്ടിയാണ്. അപ്പോൾ അച്യുതൻ എന്ന് പറയുന്നത് കാലുകളുടെ അധിഷ്ഠാന ദേവതയാണ്. മിത്രകാൻ എന്നാൽ ഇവിടെ മിത്രനും പ്രജാപതിയെയും ചേർത്താണ് മിത്രകാൻ. മിത്രൻ എന്നാൽ വിസർജനേന്ദ്രിയത്തിൻ്റെ പായു എന്ന് പറയും വിസർജനേന്ദ്രിയത്തെ, അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മിത്രൻ. പ്രജാപതി പ്രത്യുൽപാദന അവയവത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളുടെ പറഞ്ഞു: വന്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി. ഇനി 4 അന്ധകരണങ്ങളായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അവയുടെ അധിഷ്ഠാന ദേവതമാരായ വിധു എന്നാൽ ചന്ദ്രൻ മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. വിധി ബ്രഹ്മാവ് ബുദ്ധിയുടെ അധിഷ്ഠാന ദേവത. ശ്രീരുദ്രൻ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവത. ശാരീരകാൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. ഇങ്ങനെ 14 അധിഷ്ഠാന ദേവതമാരെ ഈ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ആ അഹങ്കാര തത്വമാകട്ടെ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുള്ള ക്രമമനുസരിച്ച് വീണ്ടും 3 വിധത്തിലുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. സത്വഗുണം കൂടുതലായിട്ടുള്ള വൈകാരിക അഹങ്കാരം, രജോഗുണം കൂടുതലായിട്ടുള്ള തൈജസ അഹങ്കാരം, തമോ ഗുണം കൂടുതലായിട്ടുള്ള താമസ അഹങ്കാരം എന്നീ 3 അവസ്ഥകളിലായിത്തീർന്നിട്ട് അതിൽ ആദ്യത്തേതായ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെയും 4 അന്ധക്കരണങ്ങളുടെ അധിഷ്ഠാന ദേവതമാരെയും സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സോഹം ച ത്രിഗുണക്രമാത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിതി ഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാതാർക്കപാശ്യശ്വിനോ വന്നിന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സോഹം ച ത്രിഗുണക്രമാത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിതി ഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃത ദിശാവാതാർക്കപാശ്യശ്വിനോ വന്നിന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. 7ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.